പൊതുവിദ്യാലയങ്ങളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സ്ഥിര നിയമനം നടത്താതെ സംസ്ഥാന സർക്കാർ. ഭിന്നശേഷി കുട്ടികൾക്ക് പഠനത്തിൽ പിന്തുണ ഉറപ്പാക്കാൻ തസ്തിക സൃഷ്ടിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ് സമയപരിധി കഴിഞ്ഞിട്ടും നടപ്പായില്ല. ഈ മാസം 13, 14 തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ രാപ്പകൽ സമരത്തിന് ഒരുങ്ങുകയാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. $2800 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നത്. ദീർഘകാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇവരെ 2026 ജനുവരി 31-നകം സ്ഥിരപ്പെടുത്തണം എന്നാണ് കഴിഞ്ഞ നവംബർ 4-ന് സുപ്രീം കോടതി ഉത്തരവിട്ടത്. എന്നാൽ കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ 1 വർഷമായിട്ടും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി ശമ്പള വർധന പോലുമില്ലാതെ അധ്യാപകർ ദുരിതത്തിലാണ്. 2018-ൽ ശമ്പളം 4000 രൂപ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ഉത്തരവ് നടപ്പിലാക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ഈ മാസം 13, 14 തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്താൻ ഒരുങ്ങുകയാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ. 2025 മാർച്ച് 7-ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. പൊതുവിദ്യാലയങ്ങളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എന്ന തസ്തിക രൂപീകരിച്ചുകൊണ്ട് നിലവിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ നിയമിക്കണമെന്ന് പരമപ്രധാനമായ ഒരു ഉത്തരവ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെന്റ് പല സുപ്രീം കോടതി ഉത്തരവുകളും നടപ്പിലാക്കാൻ ധൃതി കാണിക്കുമ്പോൾ ഈ ഉത്തരവ് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കോടതി ഉത്തരവ് നടപ്പാക്കാനോ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനോ സർക്കാർ മുൻകൈ എടുത്തില്ല എന്നാണ് ആക്ഷേപം. തസ്തിക സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേരളം നൽകിയ സത്യവാങ്മൂലത്തിൽ അധ്യാപകരുടെ എണ്ണം കൂട്ടി നൽകിയതായും പരാതിയുണ്ട്. പ്രത്യേക ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ട വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരാണിവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ആവലാതികൾ ഇനിയും കേൾക്കാതിരുന്നുകൂടാ. കോഴിക്കോട് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.